എല്ലാവർക്കും മലയാളി അടുക്കള എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചക്ക വെച്ച ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും നമുക്ക് വൈകിട്ടുള്ള ചായയുടെ കൂടെ കഴിക്കാനും എല്ലാം ഉപയോഗിക്കാം. അതിനായിട്ട് ചക്കച്ചുളയെല്ലാം കുരുവെല്ലാം മാറ്റി ക്ലീൻ ചെയ്ത് വെച്ചു. നല്ല വരിക്ക ചക്കയാണ്. നല്ല മണമുണ്ട്. മണം അടിച്ചുകൊണ്ട് കുരുട്ടീച്ചകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇത് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറേശ്ശെ ഇട്ടരയ്ക്കും. ഇതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ശർക്കര നമുക്ക് ഇങ്ങനെ ചിരണ്ടി എടുക്കാം. ഇതിനകത്ത് മണ്ണ് ഇല്ലാത്ത ശർക്കരയാണ് ഉരുക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ മണ്ണായിട്ടൊന്നും ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ ചിരണ്ടി എടുക്കാം. അതായത് എളുപ്പമാണ് ചിരണ്ടി എടുക്കുക. ചുറ്റാത്തി വെച്ചൊക്കെ പാടാം. ഞാൻ സുപ്രീമിൽ നിന്നാണ് ശർക്കര വാങ്ങിക്കുന്നത്. അവിടെ നിന്ന് ശർക്കര വാങ്ങിച്ചാൽ അതിനകത്ത് പ്രത്യേകിച്ച് അഴുക്കോ മണ്ണോ ഒന്നുമില്ല. ഇത് നേരത്തെ ഇതിന് വേണ്ടി ഉരുക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസാണ്. ഉരുക്കി അരിച്ചെടുത്താൽ തന്നെ അതിനകത്ത് ഒരു വേസ്റ്റ് പോലും കാണത്തില്ല. ശർക്കര തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഗോതമ്പൊടി വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അരിപ്പൊടിയും ചേർക്കാം. ആശീർവാദിൻ്റെ ഗോതമ്പൊടി ചെയ്ത് അതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് അതൊരു ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുക. ചക്കയ്ക്ക് നല്ല മധുരം കാണും. പിന്നെ നല്ലപോലെ കുഴച്ചിട്ട് മധുരം വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. നമുക്ക് കുഴയ്ക്കാം. പിന്നെ അത് ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ആ ചക്കയുടെ വെള്ളമയവും ശർക്കരയുടെ നനവും എല്ലാമായിട്ടാണ് ഇത് കുഴഞ്ഞു വരുന്നത്. വെള്ളം ചേർക്കേണ്ട ആവശ്യം വരത്തില്ല. കൂഴച്ചക്ക വെച്ചും ചെയ്യാം. പക്ഷെ കൂഴച്ചക്ക ആണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു നാര് പോലൊരു വലുവ് വരും. ഇതാകുമ്പോൾ അങ്ങനെ ഉണ്ടാകത്തില്ല. വെള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നു. നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടെ. ഇങ്ങോട്ട് കുറച്ച് ഏലക്കാപ്പൊടിയുടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇച്ചിരി നെയ്യും കൂടെ, അത് വേണമെങ്കിൽ ചേർത്താൽ മതി. 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം. നല്ലപോലെ മിക്സ് ചെയ്യും. അങ്ങനെ ചക്ക അടയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് വട്ടയില പിച്ചാമ്പ. വട്ടയില പിച്ചാമ്പെന്ന് പറഞ്ഞില്ലേ, ഞാൻ കാണിച്ചു തരാം. ഞാൻ കണ്ട വട്ട കിളിച്ചിരിക്കുന്നുണ്ട്. എന്നാലും ഇതിനകത്തുള്ളത് 5-6 തര കിട്ടിയായിരുന്നു. ഇപ്പോൾ കണ്ട നല്ലപോലെ ഒരു പുഴുക്കേട് പോലും ഇല്ലാതെ ഇലയെല്ലാം നല്ലപോലെ കിളിച്ച് വന്നിരിക്കുന്നുണ്ട്. ഇതിനൊക്കെ നമുക്ക് സ്ഥലമില്ലാത്തവർ ഇതുപോലെ ഒരു ബക്കറ്റിനകത്ത് ഒരു ചെറിയൊരു വട്ട വെച്ച് കിളിപ്പിച്ചാൽ നമുക്ക് ആവശ്യത്തിന് പിച്ചെടുക്കാം. ഇന്നത്തേക്കുള്ള ഇലയെല്ലാം പിച്ചി എടുത്തിട്ടുണ്ട്. അവിടെ ഇത്ര ഇല കിട്ടി. ഇനി എന്താ മുട്ട അടിച്ച കണക്ക് ആയിട്ടുണ്ട്. ഇനിയെല്ലാം കിളിച്ച് വരുന്നുണ്ട്. ചെറിയ ഇലകളെല്ലാം കിളിച്ച് വരുന്നുണ്ട്. ഇത് കണ്ട വയന കണ്ട് നമ്മൾ തിരളി വിഴുങ്ങുന്ന ഇല. അത് ഞാൻ ഇവിടെ തൈ വാങ്ങിച്ച് വെച്ച്. പക്ഷെ അത് നല്ലപോലെ പിടിക്കുമെന്തോന്ന് അറിയത്തില്ല. ഇതുവരെ ഇലയൊന്നും പൊട്ടി വന്നിട്ടില്ല. വെച്ചിട്ട് ഇപ്പോൾ 2 ആഴ്ചയായി. ഇപ്പോൾ പുതിന ഉണ്ട്. മഴയും വെയിലും തട്ടി ഇങ്ങനെ ഒരുമാതിരി എല്ലാം കരിഞ്ഞ് പോയിക്കൊണ്ടിരുന്നതായിരുന്നു. ഇതിന് വലിയ വെയിലും വേണ്ട, വെള്ളവും അതിന് വേണ്ടി വേണ്ട. അതുകൊണ്ട് ഞാൻ ഷെയ്ഡിത്തെ സൈഡിൽ കൊണ്ട് വെച്ചപ്പോൾ ഇത് നല്ലപോലെ പൊട്ടിക്കിളിക്കുന്നു. കറിവേപ്പ് വേണ്ട, നല്ലപോലെ കിളിച്ച് വരുന്നുണ്ട്. ഇതും ചട്ടിക്കകത്താണ് വെച്ചേക്കുന്നത്. പക്ഷെ നല്ല മണമായി ഇലയ്ക്ക്. പക്ഷെ എല്ലാ ദിവസവും വന്ന് നോക്കണം. ഇതിനകത്തൊരു പുഴു വന്ന് കഴിഞ്ഞാൽ എല്ലാ ഇലകളും പിടിച്ച് തിന്നും. അതുകൊണ്ട് നോക്കണം. പിന്നെ മാവ് കണ്ട, അതൊരു ബക്കറ്റിനകത്താണ് വെച്ചേക്കുന്നത്.
അതിനകത്ത് തന്നെ ഒരു ചേന കിളിച്ച് വരുന്നുണ്ട്. തനിയെ കിളിച്ച് വന്ന് എങ്ങനെ വന്നെന്ന് അറിഞ്ഞില്ല. വെള്ളക്കള്ള റോസ കണ്ടോ, എല്ലാം നല്ലപോലെ പിടിച്ച് വരുന്നുണ്ട്. ഇത് പൂ പിടിക്കുന്നൊരു വളമുണ്ട്, അത് ഇട്ട് കൊടുത്താൽ നല്ലപോലെ പൂക്കൾ പിടിക്കും. ഇങ്ങനെ തെറ്റിയെല്ലാം നല്ലപോലെ കിളിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പോയതായിരുന്നു ഉണങ്ങി. ഇപ്പം വീണ്ടും മഴ വന്ന് നല്ലപോലെ ആയിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഈ റോസ് കണ്ടോ, നല്ല ഒരു പൂ പിടിച്ചിരിക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ കുഞ്ഞാവയുടെ റോസായത്. പിന്നെ ചെമ്പരത്തി, ക്ലൈമ്പിംഗ് റോസ് ഉണ്ടോ, അതെല്ലാം പിടിച്ചെല്ലാം പൊഴിയാറായി. മഴ പെയ്യുന്നതുകൊണ്ടായത് പെട്ടെന്നത് അടർന്നു പോകുന്നത്. വേണ്ട നമ്മുടെ നാട്ടൻ സുന്ദരി, നാട് സുന്ദരിയാണ്. ഉണ്ട് ഞാൻ ഇന്നലെ വാങ്ങിച്ചതാണ്ട്. ഇത് 365 ദിവസവും മാങ്ങ പിടിക്കുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും വാങ്ങിച്ചോരണം. അതുപോലെ ഒരു സപ്പോർട്ട്, ഇത് ഒരു പിച്ചി, അതിന് നടണം. മാവ് നടാനായിട്ട് വാങ്ങിച്ചതായി ചട്ടി, പ്ലാസ്റ്റിക്കിൻ്റെ. പക്ഷേ ഇനി മണ്ണെല്ലാം നിറച്ചിനകത്ത് നടണം. 2 എണ്ണം ചോദിച്ച പക്ഷേ ഒരെണ്ണേ കിട്ടിയുള്ളൂ. ഇനി ഒരെണ്ണം കൂടെ വാങ്ങിച്ചിട്ട് വേണം സപ്പോർട്ടേ നടണം, മാവ് നടണം. ഇലയൊക്കെ നല്ലപോലെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തി കൊടുക്കാം. ഇങ്ങനെ നല്ല മാവ് നല്ലപോലെ എടുത്തിട്ട് ഇതിനകത്ത് നല്ല ഇച്ചിരി വെള്ളം എടുത്ത് വെച്ച് അതിനകത്ത് മുക്കി ഇങ്ങനെ പരത്തി കൊടുക്കണം. പിന്നെ തിന്നായിട്ട് പരത്തണം. പിന്നെ ചക്ക ഇതിനകം ഇങ്ങനെ ഒരുമിച്ച് മിക്സ് ചെയ്തില്ലെങ്കിൽ തേങ്ങയും ശർക്കരയും ചക്കയും കൂടെ വേറെ മിക്സ് ചെയ്ത് മാവ് അല്ലാതെ കുഴച്ചിട്ട് ഇങ്ങനെ അകത്ത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. ഇടയ്ക്ക് വെച്ച് കറണ്ട് അങ്ങ് പോയായിരുന്നു. അന്നേരം ഞാൻ പിന്നെ ബാക്കിയെല്ലാം പരത്തിയെല്ലാം വെച്ച് ഇന്നിപ്പോൾ ഷൂട്ടിന് വേണ്ടി വെച്ചിരുന്നതാണ്. ഇനി അത് നമുക്ക് വെക്കാനൂടെ. ഇടയ്ക്ക് കറണ്ട് പോയതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ വെച്ചായിരുന്നല്ലോ, അതിപ്പോൾ പകുതി വെന്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതും വെക്കുകയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങോട്ട് മാറ്റിയിട്ട് മറ്റേത് എടുത്തിട്ട് ഇതൊന്നുകൂടെ വേവിച്ചെടുക്കണം. അങ്ങനെ ചക്കയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ഇളക്കി നോക്കാം. ചൂടോടെ ഇളകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇല ഇളകി മാറും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു അടയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെയും. എല്ലാവരും സപ്പോർട്ടും ചെയ്യണേ.